ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. ഇറ്റ്സ് മീ അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഷാറല്ലേ, സെറ്റല്ലേ? നമ്മളിന്ന് ക്ലാസ് അല്ല, പകരം ക്ലാസ്സിനോളം പ്രാധാന്യമുള്ള മറ്റൊരു കാര്യവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ, എൻ്റെ മക്കളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും, സ്റ്റഡി പ്ലാനാണ്. സ്റ്റഡി പ്ലാൻ നമ്മൾ വെറുതെ കുറേ പഠിച്ചിട്ട്, കുറേ മനഃപ്പാഠമാക്കിയിട്ട്, കുറേ സമയം ഒരർത്ഥമില്ലാതെ പുസ്തകത്തിന് മുമ്പിൽ സമയം ചെലവഴിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു പക്ഷേ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണ്? പരീക്ഷയ്ക്ക് നല്ല ഒരു മാർക്ക് നേടി 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്ലാൻ വേണം. ആ പ്ലാൻ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ പ്ലാന് നിങ്ങൾ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. പക്ഷേ ആ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ മാത്രം മാർക്ക് വാങ്ങിച്ചാൽ പോരാ, നിങ്ങൾ മാർക്ക് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരും മാർക്ക് വാങ്ങിക്കണം. അങ്ങനെയല്ലേ? സെറ്റല്ലേ? അപ്പോൾ നോക്കാം, എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, അല്ലേ? നന്നായിട്ട് പ്ലാനിങ് വേണം. ആ പ്ലാനിങ് കൃത്യമായി ഓർഗനൈസ് ചെയ്യും വേണം. ചില ആളുകൾക്ക് ഉണ്ടാവും ഭയങ്കര പ്ലാനിങ്ങാണ്, ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നത് പോലെയാണ്. ഇല്ലാത്ത പ്ലാനിങ് മുഴുവൻ ചെയ്തു വെച്ചു, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയണമെന്നില്ല. അപ്പോൾ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ആദ്യം, സെറ്റ് എ ക്ലിയർ ഗോൾ. എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്തിനാണ് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റി മക്കൾക്ക് വ്യക്തമായൊരു ധാരണ വേണം. ഇനി ഒരു ലോങ് ടേം പ്ലാൻ വേണമെന്നില്ല, ഒരു മന്ത്ലി പ്ലാൻ അല്ലെങ്കിൽ വീക്ക്ലി പ്ലാൻ ഒക്കെ തയ്യാറാക്കാം. ഈ ഒരാഴ്ചക്ക് ആദ്യം നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. ആ ഒരാഴ്ച നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യണം. ഈ ആഴ്ച ഞാൻ മാത്സിലെ 4 ചാപ്റ്റർ കവർ ചെയ്യും, SS-ലെ 3 ചാപ്റ്റർ കവർ ചെയ്യും, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും 2 വീതം ചാപ്റ്റർ കവർ ചെയ്യും. അങ്ങനെ ഒരു സ്മോൾ ഗോൾ ഏറ്റവും അടുത്ത ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക്, 15 ദിവസത്തേക്ക്, മാക്സിമം പോയാൽ 1 മാസത്തേക്കുള്ള ഗോൾ നിങ്ങൾ കൃത്യമായി സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ നിങ്ങൾ ആദ്യം 1 വീക്ക് പ്ലാൻ ഉണ്ടാക്കുക, അതിലേക്കൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങളൊരു 1 വീക്ക് നിങ്ങൾ ആ പ്ലാനിൽ ഇങ്ങനെ കടന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നികത്തിയിട്ട് വീണ്ടും ബെറ്ററാക്കി കൊണ്ടുവരിക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് എ ക്ലിയർ ഗോൾ. രണ്ടാമത്തത്, ക്രിയേറ്റ് സ്റ്റഡി ഷെഡ്യൂൾ. ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠനത്തിനായി ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം. എന്താണ് ആ ഷെഡ്യൂൾ? ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് ഞാൻ പഠിക്കുന്നത്. ആ പഠിക്കുന്നത് ഇന്ന സബ്ജക്റ്റ് ആയിരിക്കണം. പിന്നീടുള്ള സമയം ഞാൻ ഇന്ന സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പഠനത്തിനായി കൃത്യമായൊരു ഷെഡ്യൂൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. അടുത്തതായി, ഡെസിഗ്നേറ്റ് സ്റ്റഡി ഏരിയ. സിറ്റ് ഔട്ടിലിരുന്ന് പഠിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഹാളിലിരുന്ന് പഠിക്കും, പിന്നെ മുറ്റത്തിറങ്ങി പഠിക്കും, പിന്നെ ടെറസിൻ്റെ മേലെ കയറി പഠിക്കും, പിന്നെ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കും, പിന്നെ കിച്ചണിൽ ഇരുന്ന് പഠിക്കും, പിന്നെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് പഠിക്കും. അങ്ങനെയല്ല, നിങ്ങൾ എവിടെയാണ് സ്ഥിരമായിട്ട് പഠിക്കാനിരിക്കുന്നത് അതിനൊരു പ്രത്യേക ഏരിയ നിങ്ങൾ കണ്ടെത്തണം. അത് ഭയങ്കര കൂളായ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത അത്രയും അടിപൊളി ഒരു സ്പേസ് ആയിരിക്കണം നിങ്ങൾ സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അവിടെ പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല. അവിടെ ഇരുന്ന് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഇരുന്ന് മറ്റ് നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾ വെറുതെ സമയം കളയുന്ന കുറേ പരിപാടികൾ നിങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠനത്തിൻ്റെ മൂഡായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ സെറ്റ് ചെയ്ത് ഒരു പ്രത്യേക സ്റ്റഡി ഏരിയ നിങ്ങൾ കൃത്യമായി സെറ്റ് ചെയ്യണം. അതേപോലെ ടേക്ക് ബ്രേക്സ്. നിങ്ങൾ സ്റ്റഡി ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ടൈറ്റ് ഷെഡ്യൂൾ ചെയ്യരുത്. രാവിലെ 5 മണി മുതൽ 7 മണി വരെ, പിന്നെ 7:15 മുതൽ 9 മണി വരെ, പിന്നെ വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെ. അങ്ങനെ ടൈറ്റ് ഷെഡ്യൂൾ ചെയ്യരുത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. എന്നാലേ പഠനം എഫക്റ്റീവ് ആവും. ഇനി വിശ്രമം മാത്രം ആവുകയും ചെയ്യരുത്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷനിലെ 4 കീവേഡ്സ് ആണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ഗോള് വേണം, പിന്നെ ക്രിയേറ്റ് സ്റ്റഡി ഷെഡ്യൂൾ, അല്ലേ? ഒരു ഷെഡ്യൂൾ നമുക്ക് വേണം, പിന്നെ ഏരിയ വേണം. അതുപോലെ ആ ഷെഡ്യൂൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ബ്രേക്ക് നിങ്ങൾ നിർബന്ധമായും കണ്ടെത്തണം. അടുത്തതിലേക്ക് പോവാം. എന്താ അടുത്തത്? ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ്. നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഷെഡ്യൂൾ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെ പഠിക്കണം? ആ പഠനം എങ്ങനെയായിരിക്കണം? ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളൊരു ബിരിയാണി നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടിയാൽ അത് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുക?
പ്ലേറ്റോട് കൂടി എല്ലാം കൂടി വായിലേക്ക് ഇട്ട് വിഴുങ്ങുമോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ആദ്യം ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് കുറച്ച് അച്ചാറും കുറച്ച് പപ്പടവും റൈസിൽ ഇങ്ങനെ ഇട്ട് കുഴച്ച് നമ്മൾ കഴിക്കും. കുറച്ച് കഴിക്കും. പക്ഷേ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യും? കാലിയാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കാനുള്ളത് ഒരു ബിരിയാണിയാണെന്ന് വിചാരിച്ചു. അതിൽ ഓരോ പീസ് ഓരോ പോർഷൻ നിങ്ങൾ പഠിച്ച് ചെറിയതാക്കി മാറ്റി നിങ്ങൾ പഠിച്ച് സെറ്റ് ചെയ്യണം. അതിനാദ്യം ആക്റ്റീവ് റീകോൾ. ഏതൊരു മനുഷ്യനും പഠിച്ചു കഴിഞ്ഞാൽ മറക്കും. കുറച്ച് സമയം കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. അത് ലോക തത്വമാണ്. അല്ലാതെ പണ്ട് പഠിച്ചത് മുഴുവൻ മരണം വരെ നമ്മുടെ കൂടെ ഇങ്ങനെ പഠിച്ചത് അതേപോലെ നിലനിൽക്കുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത്. രാവിലേക്ക് എഴുന്നേറ്റ് പ്രിപ്പയറായി തലേ ദിവസം പ്രിപ്പയർ ആയിട്ടാണ് അവർ വരുന്നത്. ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതും പ്രിപ്പയർ ആയിട്ട് തന്നെയാണ്. അല്ലാതെ പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ക്ലാസ് എടുക്കാനോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാനോ കഴിയില്ല. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ സാധനം മറക്കാതിരിക്കാൻ ആക്റ്റീവ് റീകോൾ, കൃത്യമായ ഇടവേളകളിൽ അത് വീണ്ടും പുനർവായനയ്ക്ക് നിങ്ങൾ വിധേയമാക്കണം. വീണ്ടും പണ്ട് പഠിച്ചത് ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് മറിച്ചു നോക്കിയാലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ റീകോളിന് വേണ്ടി ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. അതായത് പ്രാക്ടീസ് ടെസ്റ്റിംഗ്. അടുത്തത് പ്രാക്ടീസ് ടെസ്റ്റിംഗ്. നിങ്ങൾക്ക് ചില ടെസ്റ്റുകൾ നിങ്ങൾ തന്നെ നടത്തണം. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് ഓർമ്മയുണ്ട്, അവൻ പഠിക്കുമ്പോൾ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങൾ അവൻ തന്നെ ഉണ്ടാകും. ചോദ്യം ഇങ്ങനെ എഴുതും, അതിൻ്റെ ഉത്തരം അവൻ തന്നെ എഴുതും. എന്നിട്ട് ഉത്തരം പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു ശരിയൊക്കെ ഇട്ട് അപ്പുറത്തിന് 5 മാർക്ക് 3 മാർക്കൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഉത്തരം എഴുതി മാർക്ക് കിട്ടിയൊരു ഫീൽ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ വേണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങളെ തന്നെ ഒരു മോക്ക് ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെസ്റ്റൊക്കെ നടത്തി നിങ്ങളൊരു ടെസ്റ്റിന് വിധേയമാവണം. അടുത്തത് മൈൻഡ് മാപ്പിംഗ് ആൻഡ് യൂസ് പിക്ചേഴ്സ് ആൻഡ് ഡയഗ്രാം. പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം, ഒരു മാപ്പിംഗ് ഒക്കെ വേണം. അതുപോലെ നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ ഡയഗ്രാംസ്, ചിത്രങ്ങൾ, പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് എഴുതി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കണ്ട് ആ ചിത്രം, ആ ഇക്വേഷൻ, ആ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ആ ഏരിയ, അതിലെല്ലായിടത്തും പഠനവുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. റെഡി? അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. പഠിച്ചത് എങ്ങനെയാണ് ഓർത്തെടുക്കുക, എങ്ങനെയാണ് ആക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോവുക എന്നാണ് പറഞ്ഞു വെച്ചത്. അടുത്തതായിട്ട് ജനറൽ ഗുഡ് ഹാബിറ്റ്സ്. ഇങ്ങനെ വെറും പഠിത്തം കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് കുറച്ച് ഗുഡ് ഹാബിറ്റ്സ്, കുറച്ച് ശീലങ്ങൾ നന്നായിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും പുതിയ ജനറേഷൻ മടിയന്മാരാണ് അല്ലേ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മളെ അങ്ങനെ മാറ്റി അല്ലേ? നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു, നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ 100,000 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തെടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. റെഡിയല്ലേ? അപ്പോൾ നോക്കാം. എന്താണ്? റിവ്യൂ നോട്ട്സ് റെഗുലർലി. പുസ്തകം കറക്റ്റായിട്ട് വേണം. ചിലരുടെ കയ്യിൽ നോട്ടേ ഉണ്ടാവില്ല. ഞാൻ ചില ക്ലാസ്സിൽ ഉഴപ്പന്മാരോട് പറയാറുണ്ട്, എടാ ഒന്നുമില്ലെങ്കിലും നോട്ടെങ്കിലും എഴുതി വെച്ചോ. കാരണം എന്താ? അവസാനം പരീക്ഷയുടെ ചൂട് തലയിൽ അടിക്കുമ്പോൾ ഏതവനും പുസ്തകം എടുത്ത് പഠിക്കാൻ തോന്നും. ആ തോന്നുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? മെറ്റീരിയൽസ് വേണം, ടെക്സ്റ്റ് ബുക്ക് വേണം, നോട്ട്ബുക്ക് വേണം, അതിലെന്തെങ്കിലും കണ്ടന്റ് വേണം. അപ്പോൾ നോട്ട്ബുക്ക് നിങ്ങൾ കൃത്യമായി റെഗുലറായിട്ട് കൊണ്ട് നടക്കണം. അതുമാത്രമല്ല, അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. പണ്ട് പഠിച്ചത് എക്സാമിൻ്റെ തലേ ദിവസം തുറന്നു നോക്കുകയല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മറിച്ചു നോക്കി സെറ്റായി പഠിച്ചതൊക്കെ ഒന്ന് ഉറപ്പിച്ച് നമ്മൾ കൊണ്ടുപോകണം. അതേപോലെ ടീച്ച് അതേഴ്സ്. നിങ്ങളുടെ കൂട്ടുകാരിയെ, സഹപാഠിയെ, തൊട്ടടുത്ത ക്ലാസ്സിലുള്ള ആളെ പഠിപ്പിക്കാൻ എന്ന് പറയുന്ന ഒരു ഹാബിറ്റിലേക്ക് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. എടാ ഇതിങ്ങനെയല്ലേ, ഒന്ന് നോക്കി, ഞാൻ നിനക്ക് ക്ലാസ് എടുത്ത് തരാം, ഇതിങ്ങനെയാണ്. ഉച്ചക്കൊക്കെ ബോർഡിലൊക്കെ വെറുതെ ചെയ്ത് നോക്കുക, ക്ലാസ്സിലുള്ള ബോർഡിലൊക്കെ വെറുതെ ചെയ്ത് നോക്കുക. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് നോട്ട്സൊക്കെ എഴുതി കാണിച്ചു കൊടുക്കുക. നിങ്ങൾ മറ്റുള്ള ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സാധനം പെട്ടെന്നൊന്നും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോവില്ല. ടീച്ചിങ്ങിന് അത്രയും പവർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ ഏതാണ്? നിങ്ങൾ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഒന്ന് പഠിപ്പിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മാനെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് നോക്ക്. അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചു ചെയ്തിട്ട്, അമ്മേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് സമാന്തര ശ്രേണി എന്താണെന്ന് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ന്യൂറോൺസിനെ പറ്റി ഞാൻ ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ കോശങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസത്തെ പറ്റി അല്ലേ ഒക്കെ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ വെറുതെ ഒന്ന്
പറഞ്ഞു കൊടുക്കാം അല്ലേ? നമുക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷെ നമ്മുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാവലാണ് എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വേണം. അതേപോലെ സ്ലീപ്പ്, ഉറക്കം പ്രധാനമാണ്. ഉറങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചത് ബ്രെയിന് കൃത്യമായി ഓർഡറിൽ സെറ്റാക്കി വെക്കൂ. ഒരു 7 മണിക്കൂർ സ്ലീപ്പ് നിർബന്ധമാണ്. നിങ്ങൾ ചെറിയ കുട്ടികളാണ്, പഠിക്കുന്ന സമയമാണ്, കൃത്യമായി 7 മണിക്കൂർ ഉറക്കം കിട്ടണം. അത് രാത്രി 12 മണി മുതൽ രാവിലെ 10 മണി വരെ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളൊരു 10-11 മണിക്കുള്ളിൽ ഉറങ്ങി ഒരു 6 മണിക്കുള്ളിൽ എഴുന്നേൽക്കുന്ന രീതി നിങ്ങൾക്കുണ്ടാവണം. അപ്പം നിങ്ങളുടെ ഉറക്കം നിങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവരുത്. പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉറക്കമാണ്. എല്ലാ മനുഷ്യരും 12 മണി കഴിഞ്ഞിട്ട് ആ ഡെയിലി ഡാറ്റ 1.5 GB കഴിഞ്ഞ് എന്ന് ഉറപ്പിച്ചിട്ടേ കിടന്നുറങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ കുറച്ച് ഡാറ്റ കൂടി എടുത്തിട്ട് മൊബൈൽ ഫോണിൽ കളിച്ചിട്ടേ നമ്മൾ ഉറങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു ശീലം നമ്മൾ മാറ്റിയേ മതിയാവും. റെഡി? അടുത്തത് ആസ്ക് ഫോർ ഹെൽപ്പ്. ഒറ്റയ്ക്ക് കിടന്ന് ഞെട്ടങ്ങേറാവണ്ട. ഒരു സഹായത്തിന് വിളിക്കാം. കൂട്ടുകാരനോട് ചോദിക്കാം, അധ്യാപകരോട് ചോദിക്കാം, നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് ചോദിക്കാം. നിങ്ങൾ ഡൗട്ട് വരുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ടെൻഷൻ അടിച്ച് വെക്കാതെ ആസ്ക് ഫോർ ഹെൽപ്പ്, സഹായം തേടണം. അതിൽ യാതൊരു മടിയും ഈഗോയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യണം. റെഡി? അടുത്തത് മെയിൻറ്റെയിൻ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും കൃത്യമായിരിക്കണം. എങ്കിലേ ഈ പഠിച്ച സാധനമൊക്കെ നമുക്ക് ഓർമ്മ വരുള്ളൂ. പരീക്ഷൻ്റെ തലേ ദിവസം നമ്മൾ ഫുള്ള് പഠിച്ച് സെറ്റായി പരീക്ഷാ ഹാളിൽ പോയാൽ പേടി, ടെൻഷൻ, തലവേദന, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. കുറേ ഉറക്കമുളച്ച് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാം സെറ്റായി പരീക്ഷൻ്റെ സമയത്ത് നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ ആ പഠിച്ചതൊക്കെ വെറുതെ ആവില്ലേ? അതുകൊണ്ട് എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ, മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും കൃത്യമായി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഇത് പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നാളെ നിങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പറയുന്നത്, കൺസിസ്റ്റൻസി ഈസ് ദ കീ. രാവിലെ ഞാൻ ജിമ്മിന് പോയി, വൈകുന്നേരം വന്ന് നോക്കുകയാണ് മസിലുണ്ടോ, ഉണ്ടാവും, ഇല്ല. രണ്ടാമത്തെ ദിവസവും ഞാൻ ജിമ്മിന് പോയി, വന്ന് നോക്കി, മസിലുണ്ടോ, ഇല്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി കുറേ കാലം ഇതേപോലെ തുടർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്ക് എന്ത് വരും, മസിൽ വരും എന്ന് എനിക്കറിയാം. അതേപോലെ തന്നെയാണ് ഇന്നൊരു 2 മണിക്കൂർ പഠിച്ച് നാളെ പരീക്ഷയ്ക്ക് പോയിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള പൊതുവായ ഒരു ആശയത്തിലേക്ക് എൻ്റെ മക്കൾ എത്തരുത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. കൺസിസ്റ്റൻസി, മോട്ടിവേഷൻ അല്ല, ആവേശമല്ല നമുക്ക് വേണ്ടത്. ഡിസിപ്ലിനും അച്ചടക്കവും കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പരിപാടികളുണ്ടെങ്കിലും ഡെയിലി ഞാൻ 2 മണിക്കൂർ പഠിക്കുമെന്ന് പറഞ്ഞാൽ ഡെയിലി 2 മണിക്കൂർ പഠിക്കണം. അതാണ് കൺസിസ്റ്റൻസി, അല്ലേ? മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും കല്യാണമാണെങ്കിലും ആർക്കെങ്കിലും അസുഖമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ കൃത്യമായി ചെയ്തിരിക്കണം. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഐ റിപ്പീറ്റ്, കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഐ റിപ്പീറ്റ്, കൺസിസ്റ്റൻസി ഈസ് ദ കീ. അത്രയും പ്രധാനമാണ് സ്ഥിരത. ഇന്നൊരു 5 മണിക്കൂർ പഠിച്ചു, നാളെ പഠിച്ചതേ ഇല്ല. മറ്റന്നാൾ ഒരു 3 മണിക്കൂർ, പിന്നെ ഒരാഴ്ചത്തേക്ക് തിരിഞ്ഞു നോക്കിയതേ ഇല്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഡെയിലി ഓരോ മണിക്കൂർ പഠിക്കണം. കൺസിസ്റ്റൻസി, സ്ഥിരതയായ അധ്വാനമായ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കൂ. സെറ്റല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗായ്സ്. ഞാനൊരു സ്റ്റഡി പ്ലാൻ അല്ല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം എന്നാണ് അവതരിപ്പിച്ചത്. ഞാനൊരു കൺക്ലൂഡ് ചെയ്യാണ്. ഒന്ന് നോക്കിക്കേ, ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? പ്ലാനിങ് വേണം. പ്ലാനിങ്, ആദ്യം നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം, അതുപോലെ ഒരു ഷെഡ്യൂൾ വേണം, നിങ്ങളൊരു സ്റ്റഡി ഏരിയ വേണം. ആ ഷെഡ്യൂൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രേക്സ് നിർബന്ധമായിട്ടുണ്ടാവണം. അതേപോലെ റീകോൾ ചെയ്യണം. ഇങ്ങനെ പഠിക്കണം, പഠിക്കുമ്പോൾ പണ്ട് പഠിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണം. അതുപോലെ പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് നടത്തണം. പിക്ചേഴ്സ്, മൈൻഡ് മാപ്പിംഗ് ഒക്കെ നിങ്ങൾ ആ പഠിക്കുന്ന സ്റ്റഡി ഏരിയയുടെ ഭാഗത്ത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. അതേപോലെ എന്താണ്, നോട്ട്ബുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ടീച്ച് അതേഴ്സ്, മറ്റുള്ളവരെ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഉറക്കം ആൻഡ് മെൻ്റൽ ഹെൽത്ത്
ഫിസിക്കൽ ഹെൽത്ത് എല്ലാം എൻ്റെ മക്കൾ സെറ്റാക്കണം. അതിനേക്കാൾ പ്രധാനം കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഒരു ലോങ് ടേമിലേക്കൊന്നും വേണ്ട, ഒരു 1 വീക്കിന് ആദ്യം സെറ്റ് ചെയ്യുക എൻ്റെ മക്കൾ. ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, അതിൽ മെസ്സേജ് അയക്ക്. എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റാക്കണം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി, നിങ്ങൾ ഒറ്റക്കല്ല, SSLC പരീക്ഷയാണെന്ന് വിചാരിച്ചിട്ട് വലിയ ടെൻഷനൊന്നും ആവണ്ട. ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. മനുഷ്യന്മാർ തന്നെയാണ് ഇത് എഴുതുന്നതും, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് എഴുതുന്നതും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന, നിങ്ങൾക്ക് മാത്രം ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു സാധനമേ അല്ല. ഇതും നമ്മൾ കഴിഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ മക്കൾ ധൈര്യമായിട്ടിരിക്കുക, പഠിക്കുക, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ രക്ഷിതാക്കളുണ്ട്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരോടത്തും നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.